ഇത് നടന്നൊരു സംഭവമായതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലെത്തിക്കുക. ഞാൻ ICUവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഇടയായി. ഈ തുടർച്ചയായിട്ടുള്ള ശക്തമായ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ ആയിരുന്നു കാരണം. ഈ രോഗിയുടെ നില അതീവ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ചികിത്സ ആരംഭിച്ചു. എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താനായിട്ട് ഡോക്ടേഴ്സ് MRI ബ്രെയിൻ റിക്വസ്റ്റ് ചെയ്തു. MRI റിപ്പോർട്ട് വന്നപ്പോൾ തലച്ചോറിൽ ഒന്നോ രണ്ടോ അല്ല നിരവധി ചെറിയ സിസ്റ്റുകൾ, മൾട്ടിപ്പിൾ സിസ്റ്റ് കണ്ടെത്താൻ ഇടയായി. ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് വിശദമായ ഹിസ്റ്ററി എടുത്തപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടി. ഈ രോഗിക്ക് എല്ലാ ദിവസവും സാലഡ് ഇലകൾ, അതായത് ലെറ്റ്യൂസ്, മല്ലിയില, പുതിന പോലുള്ള ഇലകൾ കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഈ സാലഡിലുള്ള ഇലകളോ ഇലക്കറികളോ അപകടകാരികളല്ല. അവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അത് ശുദ്ധമായി കഴുകാതെ കഴിച്ചാൽ അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടേപ്പ് വേമിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള മുട്ടകൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഈ മുട്ടകൾക്ക് ശക്തമായിട്ടുള്ള ഒരു പുറം കവചമുള്ളതിനാൽ നമ്മുടെ വയറ്റിലുള്ള ആസിഡിന് അവയെ നശിപ്പിക്കാൻ പറ്റില്ല. ഈ മുട്ടകൾ ചെറുകുടലിൽ എത്തിയതിനു ശേഷം അവ വിരിഞ്ഞ് ചെറിയ ലാർവകളായി മാറുന്നു. പിന്നീട് രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും അവിടെ ചെറിയ സിസ്റ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സിസ്റ്റുകളെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് പ്രതിരോധ ശേഷി ആക്രമിക്കുമ്പോഴാണ് തലച്ചോറിൽ വീക്കവും നീർക്കെട്ടും ഉണ്ടാവുന്നത്. അപ്പോഴാണ് രോഗിക്ക് ശക്തമായിട്ടുള്ള തലവേദന, ഫിറ്റ്സ്, ഛർദി, ഈ കാഴ്ചമങ്ങൽ, ആശയക്കുഴപ്പം, ചിലപ്പോൾ ജീവൻ പോലും ഭീഷണിയാകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ രോഗത്തെയാണ് ന്യൂറോസിസ്റ്റിക് എർക്കോസിസ് എന്ന് വിളിക്കുന്നത്. ഫിറ്റ്സ് നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ, തലച്ചോറിലെ വീക്കം കുറയ്ക്കാനുള്ള സ്റ്റീറോയിഡുകൾ, ആൻറ്റി പാരസൈറ്റ് മെഡിക്കേഷൻ തുടങ്ങിയവയാണ് ട്രീറ്റ്മെൻറ്റ്. പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് ഇലക്കറികളും കഴിക്കാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകുക.